പ്രശസ്ത ചിത്രകാരനും സിനിമാ ആർട്ടിസ്റ്റുമായിരുന്ന ബിജു കുട്ടോത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ക്ലാസിക് കുട്ടോത്തിന്റെ നേതൃത്വത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മത്സരം ലാൽ വടകര ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രരചന മത്സരം ഇവിടെ സംഘടിപ്പിച്ചു. UP, LP, ഹൈസ്കൂൾ സെക്ഷനിൽ ആ ചിത്രരചന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിജുവിൻ്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ പറന്ന് കളിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒക്കെ കൂടി ചെയ്ത് ഇത് അവൻ്റെ ഒരു അനുസ്മരണാർത്ഥം ചെയ്തിരിക്കുകയാണ്. ഈ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആണ് ഈ ചടങ്ങ്. ക്ലാസിക് പ്രസിഡന്റ് ശരത് രാജ് അധ്യക്ഷത വഹിച്ചു. രൂപം രാജേഷ്, സുനീഷ് പുത്രോളി, സിജിത്ത് VP എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ക്ലാസിക് കുട്ടോത്തിൻ്റെ സ്ഥാപക മെമ്പറും സജീവ പ്രവർത്തകരുമായ മരിക്കുന്നതുവരെ ക്ലാസിക്കിനോടൊപ്പം ജീവിച്ച ബിജു കുട്ടോത്തിൻ്റെ 6ാമത് ചരമദിനമായ ഈ വർഷം ഞങ്ങൾ ക്ലാസിക് കുട്ടോത്തിൻ്റെ ഭാഗമായി LP, UP, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരവും 18-ാം തീയതി അനുസ്മരണ സമ്മേളനവും കുട്ടോത്ത് വെച്ച് നടക്കുകയാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനായ ബിജു ആ കാലത്തിൽ 6 വർഷം മുമ്പേ നമ്മളെ വിട്ടുപോയതാണ്. 18-ാം തീയതി നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രസിദ്ധ ചിത്രകാരനും അറിയപ്പെടുന്ന കലാകാരനുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്യുകയും അനുസ്മരണ പ്രഭാഷണം പ്രഭാകരൻ മാസ്റ്റർ നടത്തുകയും ചെയ്യുന്നതാണ്. കുട്ടോത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ ബഹുജനങ്ങളെയും ഞങ്ങൾ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ബിജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് മൂപ്പര് ഇതുവരെ ചെയ്തു വന്നത്. കാര്യം അക്കാദമിക്കലായിട്ട് മൂപ്പർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിഞ്ഞ് അതിന് ഉപരിയായിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മളിപ്പോൾ പറയുക, ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരും എന്നുള്ളൊരു പ്രയോഗം പോലെയാണ്. ബിജുവേട്ടനോട് ഒരു ത്രെഡ് പറഞ്ഞു കൊടുത്താൽ അത്ര മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ബിജുവേട്ടൻ. നമ്മൾ ഒന്നിച്ച് പഠിച്ചാണെങ്കിൽ എന്നെക്കാട്ടും 2-3 വയസ്സ് അധികമുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും നമ്മളോട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാണ്ട് നമ്മളോട് ഇടപെടുന്നൊരു വ്യക്തിയാണ് ബിജുവേട്ടൻ. ബിജുവേട്ടൻ്റെ ഈ പരിപാടി നടത്തുന്ന സമയത്ത് ബിജുവേട്ടൻ ഇവിടെ ഏടിയല്ലോ, ലാലേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഏടിയല്ലോ ഉള്ള പോലെ അത് തോന്നുന്നു. ദിനേശ് PK സ്വാഗതവും അമരേഷ് നന്ദിയും പറഞ്ഞു. 150ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു.